الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏക ദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറയിലും അസ്ഥിവാരത്തിലും നിലകൊള്ളുന്ന ദീനാണ് ഇസ്ലാം. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ശിർക്ക്, ബഹുദൈവാരാധന എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓരോ സൃഷ്ടിജാലങ്ങളിലും അവൻ്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന അടയാളങ്ങൾ കൂടി അവൻ സംവിധാനിച്ചിട്ടുണ്ട്. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദ്. അല്ലാഹു ഏകനാണ് എന്ന് എല്ലാവരോടും വിളംബരം ചെയ്യുന്ന അടയാളങ്ങളുമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ സൃഷ്ടിചരാചരങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത് എന്നതാണ്. അള്ളാഹുവിൽ മറ്റാരെങ്കിലും പങ്കുചേർക്കുകയാണ് എങ്കിൽ ഒരിക്കലും അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. അള്ളാഹുവിന് ശിർക്ക് വെക്കുന്ന, പങ്കുചേർക്കുന്ന ഒരാളെ ഖുർആൻ ഉപമിച്ചത് ആകാശത്തിൽ നിന്ന്, ഉപരിലോകത്ത് നിന്ന് പിടുത്തം വിട്ട് വീഴുന്ന ഒരാളെ പോലെയാണ്. അവൻ ഭൂമിയിലെത്തിയാൽ അവൻ്റെ ശരീരങ്ങളെല്ലാം തന്നെ ചിന്നിച്ചിതറി, ശരീരത്തിൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം തന്നെ അടർന്ന് അവൻ തുണ്ടതുണ്ടമായി തീരും. ഫതഖ്തഫുഹു ത്വയ്ർ, പക്ഷികൾക്ക് കൊത്തിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന പരുവത്തിലാകും അവൻ. ഔ തഹ്വീ ബിഹി റീഹ്, കാറ്റടിച്ചാൽ പറന്നു പോകുന്ന അവസ്ഥയിലാകും അവൻ. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട ഒരാൾ, അള്ളാഹുവിൽ നിന്ന് ഒരാൾ അകന്നു പോവുകയാണെങ്കിൽ അവനിവിടെ നിലനിൽപ്പില്ല, അവൻ്റെ ധൈര്യം ചോർന്നു പോകും, ഒരു കാര്യത്തിലും അവന് ഉറച്ചു നിൽക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ട ഒരു ആദർശമാണ് ഏകദൈവ വിശ്വാസം, തൗഹീദ്. ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാകർമ്മങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നമ്മുടെ മനസ്സിൽ അത് ഊട്ടി ഉറപ്പിക്കുന്നതും അള്ളാഹുവിലുള്ള ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ, തൗഹീദിൻ്റെ ബോധമാണ് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ. ലഇൻ അശ്റക്ത,
പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളുടെ അമലുകളെല്ലാം തന്നെ അത് ഫലശൂന്യമായി പോകും, തകർന്നു പോകും, ഒന്നിനും കൊള്ളാത്തതാകും, താങ്കൾ നഷ്ടകാരികളിൽ പെട്ടുപോകുമെന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏക ദൈവ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ നിലനിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൈവികമായ ചില ചിഹ്നങ്ങളെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ശഅഇറുല്ലാഹ് എന്നാണ് ഖുർആനിൻ്റെ ഭാഷയിൽ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ശിർക്കിൻ്റെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ദാലിക, അങ്ങനെ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ കണിശത നിങ്ങൾ പാലിക്കണമെന്നും ശിർക്കിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണമെന്നും അള്ളാഹു പറയാൻ കാരണം വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ദൈവിക ചിഹ്നങ്ങളെ വല്ലവനും ആദരിക്കുകയാണ് എങ്കിൽ അത് അവൻ്റെ ഹൃദയഭക്തിയുടെ അടയാളമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അശ്ശആഇർ, ദൈവിക ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ മആലിമുല്ലത്തി നദബല്ലാഹു ഇലൈഹാ വ അമറ ബിൽ ഖിയാമി അലൈഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണമെന്ന് പറയുന്ന മുഴുവൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ശരിക്ക് ശആഇറുള്ള തന്നെയാണ്. അത് വിശ്വാസതലത്തിലുള്ളതാകട്ടെ ആചാരാനുഷ്ഠാനത്തിലുള്ളതാകട്ടെ അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി ശആഇറുള്ളയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രത്യക്ഷമായതുമുണ്ട്, പരോക്ഷമായതുമുണ്ട്. അതിൽ ചില പ്രത്യേക മാസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ള ആളുകളുടെ മനസ്സുകളിൽ അതിനോടുള്ള ആദരവുണ്ടാകണം, ആരാധനാഭാവം ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആദരവും ആരാധനാഭാവവും രണ്ടും രണ്ടാണ്. നമുക്കറിയാമല്ലോ, മാസങ്ങൾ 4 പവിത്രമായി വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 12 മാസങ്ങളിൽ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ ഭൂമിയിൽ അള്ളാഹു അവൻ്റെ സമയം നിശ്ചയിച്ചതിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ 4 പവിത്രമാകുന്നു. അതിലൊന്ന് ദുൽഖഅദ, നമ്മളിപ്പോൾ അതിൻ്റെ അവസാന സമയത്താണ്, ദുൽഖഅദ മാസത്തിൽ. മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് മുഹറം, മറ്റൊന്ന് റജബ്. ഈ 4 മാസങ്ങളും പവിത്ര മാസങ്ങളാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സുഹൃതങ്ങളുമായി അടുക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അവസരങ്ങളാണ് എന്ന് റസൂലുള്ളാഹി നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. കാരണം ഈ ദിവസങ്ങളിലാണ് ഹാജിമാർ മശായിറുകളിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിലേക്ക് അടുക്കുന്ന കുറേ ഇബാദത്തുകൾ അവർ ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ കൂടിയാണ് ഇത് എന്നതാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, വെള്ളിയാഴ്ച, അത് ഈ മശായിറിൽപ്പെട്ടത് തന്നെയാണ്. അതേപോലെ തന്നെ ഹജ്ജ് ദിവസങ്ങളിൽ ശ്രേഷ്ഠമായൊരു ദിവസം റസൂൽ പറഞ്ഞു യൗമു അറഫ, അറഫ ദിനം എന്നുള്ളത്. മുഹറം മാസത്തിൽ ആശൂറ ദിവസം, അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവിക ചിഹ്നങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പലയിടങ്ങളിലായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഹില്ലു ശആഇറല്ലാഹി വലശ്ശഹ്റൽ ഹറാം. അല്ലയോ സത്യവിശ്വാസികളെ, ദൈവിക ചിഹ്നങ്ങളെ ഒരിക്കലും നിങ്ങൾ അനാദരിക്കരുത്, നിങ്ങൾ അതിനെ ആദരിക്കണം. വലശ്ശഹ്റൽ ഹറാം, പവിത്രമായ മാസങ്ങളെയും ഒരിക്കലും നിങ്ങൾ അനാദരിക്കരുത്. പവിത്രമായ മാസങ്ങളിൽ ദുൽഖഅദ പെടും, ദുൽഹിജ്ജ പെടും, മുഹറം പെടും, റജബ് പെടും. അന്ന് യുദ്ധം നിഷിദ്ധമാണ്.
അന്ന് സംഘട്ടനങ്ങളും അതുപോലെയുള്ള രക്തച്ചൊരിച്ചിലുകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. വലൽ ഹദി, അതേപോലെ തന്നെ ബലിമൃഗങ്ങളും അതും ദൈവിക ചിഹ്നങ്ങളാണ്, ശആയിറുള്ളയാണ്. ബലിമൃഗങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനെ ആദരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കാൻ വേണ്ടി ഒരാൾ മൃഗത്തെ വാങ്ങി അതിനെ വളർത്തി തയ്യാറാക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ അടയാളങ്ങളായിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ബലിമൃഗങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. ബലിമൃഗങ്ങളാണ് ഇവ എന്ന് അറിയാൻ വേണ്ടി അന്നൊക്കെ തന്നെ അതിൻ്റെ കഴുത്തിൽ അടയാളത്താലുകൾ കെട്ടുമായിരുന്നു. ഇന്നും അങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അതില്ല എന്ന് ഖുർആൻ അത് പേരെടുത്ത് തന്നെ പറഞ്ഞു. വലൽ ഖലായിദ്, ബലിമൃഗങ്ങളാണ് ഇവ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അവയുടെ കഴുത്തുകളിൽ നിങ്ങൾ കെട്ടുന്ന അടയാളത്താലികളെയും നിങ്ങൾ അനാദരിക്കരുത് എന്ന്. ബലിമൃഗങ്ങളെ പോലെ തന്നെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളെപ്പോലും നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. വലാ ആമീനൽ ബൈത്തുൽ ഹറാം യബ്തഗൂന ഫളലൻ മിൻ റബ്ബിഹിം വറിദ്വാന, അല്ലാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാദരിക്കരുത്. ഹാജിമാർ, ഹജ്ജിന് പോകുന്ന ആളുകൾ, അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി അവർ തീർത്ഥാടനത്തിന് വേണ്ടി യാത്ര തിരിക്കുന്നു എന്നതിനാൽ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ശാഇറുല്ലാഹ് എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും. ഇപ്പൊ പള്ളികൾ അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള അവന്റെ ഭവനങ്ങളാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇടങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് മസ്ജിദുകൾ, പള്ളികൾ. അതിനോടുള്ള ഒരു ആദരവ് നമ്മൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെയല്ല നമ്മൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയോടുള്ള ആദര സൂചകമായി അതിന് നമ്മളൊരു അഭിവാദ്യം അർപ്പിക്കണം. തഹയ്യ, ഒരു സല്യൂട്ട്. അതെന്താണ്? 2 റക്അത്ത് നമസ്കരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നതാണ്. മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ കഅബക്ക് ആദര സൂചകമായി നിങ്ങൾ തവാഫ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള മതചിഹ്നങ്ങളോടുള്ള ആദരവ് അത് നിങ്ങളുടെ ഹൃദയഭക്തിയുടെ ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ, നിങ്ങളുടെ ഹൃദയഭക്തിയുടെ അടയാളങ്ങളിൽപ്പെട്ടതാകുന്നു അതിനോടുള്ള ആദരവ് നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത്. എന്നാലോ ഇതൊക്കെ അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങളായിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സഈ എന്നുള്ളത്. സഫ മർവ 2 കുന്നുകളാണ്. ഈ 2 കുന്നുകളെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, നിശ്ചയമായും സഫയും മർവയും മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, ദൈവിക ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ജാഹിലിയ കാലത്ത് സഫാ കുന്നിൽ ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കുകൾ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു. മർവയിലും അവർ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു. സഫയിലും മർവയിലും എന്നല്ല, കഅബയുടെ ഉള്ളിലും അത് നിറയെ ബിംബങ്ങളായിരുന്നു. 360ഓളം ബിംബങ്ങൾ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ പുനർനിർമ്മിതി നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രതിഷ്ഠ വരെ
കഅബക്കുള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ ആരാധിച്ചു വരുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് ഹജ്ജ് കർമ്മം അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആദ്യമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഹജ്ജിന് നേതൃത്വം നൽകാൻ വേണ്ടി റസൂൽ നിയോഗിക്കുന്ന അമീർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ ഹജ്ജ് ചെയ്യുന്നതിന് തൊട്ട് മുന്നിലുള്ള വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഹജ്ജിന് പോയിരുന്നത്. അന്ന് മുശ്രിക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അവരും തവാഫ് ചെയ്യുന്നുണ്ട്. അവരിവിടെ സഫയിലും മർവയിലും ഒക്കെ തന്നെ നാട്ടി വെച്ചിട്ടുള്ള പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രതിഷ്ഠകളെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വർഷം അവരോട് പറഞ്ഞു, ഇനി അടുത്ത വർഷം നിങ്ങൾ ഹറമിലേക്ക് വരേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് അടുക്കരുത്. അങ്ങനെ അതിൽ നിന്ന് ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം സഫയിലും മറവയിലും ഇടയിൽ വിശ്വാസികളോട് തവാഫ് നടത്താൻ പറഞ്ഞു, സഅയ് നടത്താൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരു മനക്ലേശം ഉണ്ടായിരുന്നു. നേരത്തെ മുശ്രിക്കുകൾ ആരാധിച്ച സഫ മർവ അവിടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നല്ലോ, അതിനിടയിൽ എങ്ങനെ ഞങ്ങൾ സഅയ് നടത്തുക? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആരെങ്കിലും ഉംറ ചെയ്യുകയാണെങ്കിൽ, ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ സഫക്കും മർവക്കും ഇടയിൽ പ്രയാണം നടത്തുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളുവിൻ. വിരോധമില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ റുക്കുനുകളിൽപ്പെട്ട ഒന്നാണ് സഅയ് എന്നുള്ളത്. തവാഫ് പോലെ തന്നെ ഉംറ ചെയ്യുകയാണെങ്കിൽ സഅയ് നടത്തുക എന്നുള്ളത് അതിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ്. അല്ലാതെ ഉംറ പൂർത്തിയാവുകയില്ല. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഫമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇനി വിശ്വാസികളെ, നിങ്ങൾ സ്വയം സന്നദ്ധരായി, ഫമൻ തതവ്വഅ ഖൈറ, നിങ്ങൾ സ്വയം സന്നദ്ധരായി നിങ്ങൾ നന്മകളും പുണ്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പുണ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മകൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൃതജ്ഞനായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് അല്ലാഹു. ഈ സൂക്തം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചതാണ്. മാത്രമല്ല, ഈ സഫാ മർവക്കിടയിലുള്ള സഅയിന്റെ പിന്നിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ചരിത്രമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് തൻ്റെ പ്രിയതമ ഹാജറ ബീവിയെയും പിഞ്ചുമകൻ ഇസ്മായിലിനെയും കൊണ്ടുവരുന്നുണ്ട് ഒരു യാത്ര. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു പ്രവാചകനായിരിക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇറാഖിലെ ഊറിൽ നിന്ന് അദ്ദേഹം ഈ ദീനിന്റെ പ്രചരണവുമായി സഞ്ചാരം തുടങ്ങുകയാണ്. അങ്ങനെ ഈജിപ്തിലെത്തുന്നുണ്ട്, ഫലസ്തീനിലെത്തുന്നുണ്ട്. ഫലസ്തീനിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് കൃഷിയോഗ്യമാക്കി അവിടെ താമസിക്കുന്നുണ്ട്. അതിനിടയിൽ പലയിടങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. മക്കയിൽ പലതവണ വന്നു പോകുന്നുണ്ട്. അതിൽ ഹാജർ എന്ന മഹദിയിൽ ഉണ്ടായ പിഞ്ചു കുഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ട് ആരോരുമില്ലാത്ത വിജനമായ കരിമ്പാറക്കെട്ടുകൾക്കും ഒട്ടക്കുന്നുകൾക്കും ഇടയിലുള്ള മക്ക എന്ന സ്ഥലത്തേക്കാണ് പിന്നെ അവരെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ ഒരിടത്ത് അവരെ ആക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ തിരിഞ്ഞു നടക്കുകയാണ്. ആ നടക്കുന്ന സന്ദർഭത്തിൽ ഹാജറിന്റെ അരികിൽ ഈ പിഞ്ചോമന മകനും ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും തിന്നാനുള്ള കുറച്ച് ഭക്ഷണവും കാരക്കൊക്കെയാണുള്ളത്. മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന സന്ദർഭത്തിൽ ഹാജർ പിന്നാലെ പോകുന്നുണ്ട്. വിളിക്ക് ഉത്തരം നൽകുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. യാ ഇബ്രാഹിം വിളിച്ചു നോക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. 2 തവണ വിളിച്ചു, 3-ാമത്തെ തവണ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുന്നു.
ഹാജർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദായ ഇബ്രാഹിം, ഞങ്ങളെ ഇവിടെ ആരോരുമില്ലാത്ത ഈ മണലാരണ്യത്തിൽ വിട്ടേച്ചു പോകാൻ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്, ബല, അതെ. ആ സന്ദർഭത്തിൽ മഹദി ഹാജർ പറയുന്ന മറുപടി എന്താണെന്ന്, ഇദൻ ലാ യുളയ്യഉന, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റബ്ബ് ഒരിക്കലും ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്നാണ്. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നതാണ്. അങ്ങനെ അവർ ആരോരുമില്ലാത്ത ആ പ്രദേശത്ത് താമസിക്കുന്നു. അവർ തോൽപാത്രത്തിലുള്ള വെള്ളം കുടിച്ച് അത് തീരുന്നു. അവരുടെ ഭക്ഷണവും അത് തീർന്നു പോകുന്നു. ഈ ചോരപ്പൈതലിന് മുലപ്പാല് കൊടുക്കാനാകാതെ അത് പോലും വറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹാജർ സഹായത്തിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന സഫാ കുന്നിലേക്ക് കയറി ചെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആരെയും കാണുന്നില്ല. കാരണം വെള്ളമില്ലാത്ത സ്ഥലമാണ്, ആൾപ്പാർപ്പില്ലാത്ത ഇടമാണ്. യാത്രക്കാർ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. ആരെയും കാണാതായപ്പോൾ അവിടുന്ന് ഇറങ്ങുകയാണ് മർവയിലേക്ക്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് നടത്തി ഈ പ്രയാണം. കാരണം എന്താ? പടച്ചവനിൽ തവക്കുലാക്കിയിട്ടുണ്ട്, അല്ലാഹ് ഞങ്ങൾക്ക് മതി. പക്ഷേ എന്നാലും എന്ത് വേണം? പടച്ചവനിൽ തവക്കുലാക്കി അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, അന്വേഷിക്കണം, അധ്വാനിക്കണം, പരക്കം പായണം. ഇതാണ് മഹദി ഹാജർ സഫാ മർവയ്ക്കിടയിൽ ചെയ്തത്. അങ്ങനെ മർവയിൽ നിന്ന് അവർ മടങ്ങി വരുമ്പോഴാണ് തൻ്റെ മോനെ കിടത്തിയ സ്ഥലത്തിനരികിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ എന്നാണ് ഹദീസിലുള്ളത്, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഭൂമിയിൽ കോറിക്കൊണ്ട് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു. ഈ കഥ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിന്റെ മാതാവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ. അവരെങ്ങാനും പൊട്ടിയൊഴുകുന്ന ആ ജലാശയത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഭൂമി മുഴുവൻ പരന്നൊഴുകുന്ന ഒരു തീർത്ഥജലമായി മാറുമായിരുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലൗ തറക്കത് സംസം ഫകാനത് സംസം ഐനൻ മഈന, അങ്ങനെ തന്നെ സംസമിനെ അവർ വിട്ടേക്കുകയായിരുന്നെങ്കിൽ, അവർ അതിനെ തടയണ കൊണ്ട് തടഞ്ഞു നിർത്തി ഒരു ജലാശയത്തെ പോലെയാക്കി. അതിൽ നിന്നാണ് അവർ കുടിച്ചത്, അതിൽ നിന്നാണ് അവർ കുളിച്ചത്. വെള്ളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അതിനു വേണ്ടി സംസം അവർ ഉപയോഗിച്ചു. ഇതാണ് സംസമിന്റെ ചരിത്രം. അങ്ങനെ വെള്ളമുണ്ടായപ്പോൾ അവിടെ പക്ഷികൾ വന്നു, പറവകൾ വന്നു, ജീവജാലങ്ങൾ വന്നു. പക്ഷികളും പറവകളും ഈ കുന്നുകൾക്കിടയിൽ പറന്നുയരുന്നത് കണ്ടപ്പോൾ ദൂരെ യാത്ര ചെയ്തു വന്നിരുന്ന യാത്രാസംഘങ്ങൾ, അവർക്കറിയാം പക്ഷികളുള്ളയിടത്ത് ജലമുണ്ടാകുമെന്ന്. അവർ അങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ജുർഹും ഗോത്രക്കാർ ആ പരിസരത്ത് വന്ന് അവർ അവിടെ താമസമാക്കി. അവരിൽ നിന്നാണ് അറബികൾ ഉണ്ടായത്. അവരിലുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് ആ പ്രദേശം മക്ക എന്ന നഗരി ജനവാസയോഗ്യമായൊരു നഗരിയായി തീർന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഉണ്ടാകാൻ കാരണം മഹദി ഹാജറിന്റെ സഅയാണ്, ആ അധ്വാനമാണ്. ഈ തീർത്ഥജലം സംസം, അതിനും നമുക്കറിയാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ തവാഫ് കഴിഞ്ഞതിന് ശേഷം അത് കുടിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തലയിലൂടെയും ശരീരത്തിലൂടെയും ചൂട് ശമിക്കാൻ വേണ്ടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോരിയൊഴിച്ചിട്ടുണ്ട്. എന്നും ഹാജിമാർ അങ്ങനെ അത് ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന്
ഹാജിമാർ അവർ കുടിച്ചിട്ടും ഉപയോഗിച്ചിട്ടും തീരാത്തത്ര ഉറവ നിലക്കാത്ത അത്ഭുതകരമായ ഒരു കിണറായി ഇന്നും ലോകത്ത് സംസം അത് നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സംസം എന്നത് അള്ളാഹുവിൻ്റെ ഒരു പാരിതോഷികമാണ്. ആര് മുഖേന ലഭിച്ചതാണത്? മഹദി ഹാജർ മുഖേന ലഭിച്ചതാണത്. എന്തിന് നൽകിയ പാരിതോഷികമാണത്? അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഇതല്ല, ഞങ്ങളെ ആര് കൈയൊഴിച്ചാലും ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന തവക്കുലിന്റെ സമ്മാനമാണ് ശരിക്ക് സംസം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ജനനമാകുന്ന സഫയുടെയും മരണമാകുന്ന മർവയുടെയും ഇടയിലുള്ള സഅയാണ് ശരിക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിലെ നമ്മുടെ പ്രയാണം. ഇതിനിടയിൽ തകരാതെ തളരാതെ നിൽക്കാൻ അല്ലാഹുവിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. ഫതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിച്ചു പോകാത്തവനായ അല്ലാഹുവിലാണ് നിങ്ങൾ കാര്യങ്ങൾ തവക്കുലാക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ ഓർമ്മപ്പെടുത്തലും കൽപ്പനയും. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാഹുവിലാണ് പരമേൽപ്പിക്കേണ്ടത്. മരിച്ചുപോയ മഹാത്മാക്കളിലല്ല, അമ്പിയാക്കളിലല്ല, തങ്ങന്മാരിലല്ല, സിദ്ധന്മാരിലല്ല, കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലോ ശവകുടീരങ്ങളിലോ അല്ല, ജഗന്യന്താവായ അല്ലാഹുവിലാണ് എന്ന പാഠം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ അല്ലാഹ് തന്നെ മതി. അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഈ മനസ്ഥിതി, അതാണ് ശരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. വമൻ അറാദൽ ആഖിറ വസ്സഅ ലഹാ സഅയഹ, ശരിക്ക് സഅയ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നോ? എല്ലാ വിശ്വാസികൾക്കും സഅയ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, പാഠമുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതമാകുന്ന ഈ പ്രയാണത്തിൽ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തവക്കുലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വമൻ അറാദൽ ആഖിറ, പരലോകമായിരിക്കണം ലക്ഷ്യം. വസ്സഅ ലഹാ സഅയഹ, പരലോക വിജയം നേടാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ വഹുവ മുഅ്മിൻ, ഈമാൻ ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും പ്രയത്നങ്ങളും നന്ദിപൂർവ്വം സ്വീകരിച്ച് പ്രതിഫലം നൽകും എന്നാണ് നമുക്ക് ഖുർആൻ നൽകുന്ന പാഠം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പാഠങ്ങളിൽ നിന്ന് നമ്മൾ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. ശആഇറുല്ലാ, ദൈവിക ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നമ്മൾ ബലിമൃഗങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ. ബുദ്ൻ എന്ന് പറഞ്ഞാൽ ബലിയെറുക്കാനുള്ള ഒട്ടകങ്ങളാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ കൂടുതൽ ഒട്ടകങ്ങളെ വളർത്തുകയും ബലിയറുക്കുകയും ചെയ്യുന്ന സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉണ്ടായിരുന്നു. ഖുർആൻ അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വൽ ബുദൻ, ബലിയൊട്ടകങ്ങളെ. ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, അള്ളാഹുവിൻ്റെ ദൈവിക ചിഹ്നങ്ങളായി അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ആത്മീയമായും ഭൗതികമായും ധാരാളം ഗുണങ്ങളുണ്ട് എന്നാണ്. ബലിപെരുന്നാൾ അടുത്ത ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ബലിമൃഗങ്ങളെ വാങ്ങി അറുക്കാനുള്ള അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള സന്നദ്ധതയുമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണ്. നേരത്തെ തന്നെ വാങ്ങി വളർത്തുന്നവരുണ്ടാകും,
അതേപോലെ തന്നെ ബലിയെറുക്കാൻ വേണ്ടി മൃഗങ്ങളെ പെട്ടെന്ന് വാങ്ങുന്ന ആളുകൾ ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും ഈ ബലി അറുക്കുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് പുണ്യകരമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. പല വിധത്തിൽ ബലികർമ്മങ്ങളുണ്ട്. ഇബാദത്താണ് ശരിക്ക് ഇസ്ലാമിലെ ബലി. നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഖുർആനിലെ ഒരു ആയത്താണ് ഫസ്വല്ലി ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടിയാകണം നിന്റെ നിസ്കാരം, വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിയറുക്കുകയും വേണം എന്നത്. അതേപോലെ തന്നെ ആദത്ത് എന്ന നിലക്ക് നമ്മൾ ബലിയെറുക്കുന്നുണ്ട്. നമ്മുടെ മാംസത്തിന് വേണ്ടി നമ്മൾ ബലി നടത്തുന്നുണ്ട്, മൃഗങ്ങളെ അറുക്കുന്നുണ്ട്. അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തായ മര്യാദകളൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പാടില്ലാത്ത ബലിയുമുണ്ട്, നിഷിദ്ധമായ ബലി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും ബലിയെറുക്കുകയാണെങ്കിൽ മൻ ദബഹ ലിഗൈരില്ലാഹി ഫഖദ് അശ്റക, അവൻ ശിർക്കാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കുന്നവൻ അവൻ ശപിക്കപ്പെടട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സുന്നത്തായിട്ടുള്ള അഖീഖ പോലെയുള്ള ബലി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് അള്ളാഹുവിനൊരു ശുക്ർ എന്ന നിലക്ക് മഅൽ ഗുലാമി അഖീഖ ഫഹരിഖു അൻഹു ദമൻ വമീതു അൻഹുൽ അദാ, കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പിറവി മുടി നിങ്ങൾ കളഞ്ഞ് അഴുക്കുകളൊക്കെ നീക്കി സന്തോഷം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഒരു മൃഗത്തെ ബലിയറുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വതക്ക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ നേട്ടമുണ്ടായാൽ, ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ലാഭമുണ്ടായാൽ, കൃഷിയിൽ അപ്രതീക്ഷിതമായി വിളവിൽ വർധനമുണ്ടായാൽ പടച്ചോന് ശുക്ർ ചെയ്യാം. അതിന് ഒരു മൃഗത്തെ, ഒരു ആടിനെ വാങ്ങി നിങ്ങൾക്ക് ബലിയറുത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, അയൽവക്കക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാം, സ്വതക്ക എന്ന നിലക്ക്. ഇനി നേർച്ചയാക്കിക്കൊണ്ട് ഇങ്ങനെ ബലിയറുക്കാം. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അതേപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ശരിക്ക് ഉദ്ഹിയ്യ എന്ന് പറയുന്നത്. യൗമുൻ നഹർ, ദുൽഹജ്ജ് മാസം 10 അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ കൽപ്പന പ്രകാരം ബലിയറുക്കാൻ സന്നദ്ധനായ ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഈ മൃഗബലി നടത്തുന്നത്. അത് 10-നും 13 വരെ അയ്യാമത്തെ ശരീക്കുകളിലൊക്കെ ഈ മൃഗബലി നടത്താമെന്ന്. ഹജ്ജിന് വേണ്ടിയുള്ള സമയത്ത് തമത്തുവിൻ്റെയും ഖിറാനിൻ്റെയും ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിമാർ നിർബന്ധമായും ബലിയറുക്കണം. ഹജ്ജിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി കഫാറത്തായി ബലിയെറുക്കണം. ഇതൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ബലിമൃഗങ്ങളുടെ പ്രായം അവർക്ക് യാതൊരു കുഴപ്പവുമില്ലാത്തവയായിരിക്കണം, ന്യൂനതയില്ലാത്തവയായിരിക്കണം. ഒട്ടകങ്ങളായാൽ 5 വയസ്സാകണം. അതേപോലെ തന്നെ മാടുകളാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. നമ്മൾ പോത്ത് മൂരിയൊക്കെ അറക്കുന്നുണ്ടല്ലോ. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോലാട് ഇനമാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർണ്ണമാകും. ചെമ്മരിയാടാണെങ്കിൽ 6 മാസമാകും. ഈ പ്രായവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതാണ് പറഞ്ഞത്, ബലിമൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം, അത് ദൈവിക അടയാളങ്ങളാണ് എന്നാണ്. അപ്പോൾ അതിനോടുള്ള നമ്മുടെ ആദരവ് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ, മൃഗബലി നടത്താൻ കഴിവുള്ള ആളുകൾ അതിന് നിയ്യത്ത് വെക്കേണ്ട, സന്നദ്ധരാകേണ്ട സമയമാണിത് എന്നതിനാൽ ഈ കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആദരിച്ച അവൻ്റെ എല്ലാ ദൈവിക ചിഹ്നങ്ങളെയും ആദരിക്കുവാനും അത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമ്മുടെ ഹൃദയഭക്തി പ്രകടിപ്പിക്കുവാനും ഒക്കെ അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഭക്ഷണമില്ലാതെ, അത്യാവശ്യത്തിന് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ പട്ടിണി കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ഫലസ്തീനിലെയും ഗസയിലെയും നമ്മുടെ പിഞ്ചു മക്കളടക്കമുള്ള സഹോദരീ സഹോദരങ്ങൾ, നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലല്ല ഇപ്പോൾ. അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെയെങ്കിലും അവരെ നമ്മൾ ചേർത്ത് വെക്കണം. റഹ്മാനായ റബ്ബേ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ തമ്പുരാനെ, ഞങ്ങളുടെ ഫലസ്തീനിലെയും ഗസയിലെയും ഞങ്ങളുടെ പിഞ്ചു മക്കളടക്കമുള്ള എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അവർക്ക് ഭക്ഷിക്കാനും കുടിക്കാനും ഉടുക്കുവാനും
അവർക്ക് അത്യാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്രയും വേഗം നീ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.